മുസ്ലിം സംഘടനകളും ഇസ്ലാമോഫോബിയയും. ഇപ്പോൾ കേരളത്തിൽ തിയോളജിക്കൽ ഡിഫറൻസസ് കൊണ്ട് ഉണ്ടാകുന്ന മുസ്ലിം മതസംഘടനകളുമുണ്ട്. അതായത് വ്യത്യസ്തങ്ങളായ മുസ്ലിം മതസംഘടനകളുമുണ്ട്. എന്നാൽ രാഷ്ട്രീയ മുസ്ലിം സംഘടനകളുമുണ്ട്. ഇനി മതവും രാഷ്ട്രീയവും ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സെമിറ്റിക് മതം എന്ന നിലയിൽ ഏകാത്മകമായ ഒരു സംഗതികളുള്ള ഒരു മതമാണ് ഇസ്ലാം. അതായത് ഇപ്പോൾ ഏകാത്മകമായ ഒരു ഏക ദൈവം, ഒരു ഏക പുസ്തകം, ഏകാത്മകമായിട്ടുള്ള ആരാധനാക്രമങ്ങൾ, ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇതിൻ്റെ അകത്തുള്ള തിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസസ് ഉള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനകളും നമ്മളിവിടെ നിലനിൽപ്പുണ്ട്. എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ സംഘടനകളെ തരാതരം പോലെ ഭീകരവൽക്കരിക്കുന്ന ഒരു ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ രസകരമായ സംഗതി, ചില സംഘടനകളെ തീവ്ര സംഘടന എന്ന് പറയുക, ചില സംഘടനകളെ മൃദു സംഘടന എന്ന് പറയുക എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതായത് ചിലരൊക്കെ പഞ്ഞി പോലെ മൃദുവായതും ചിലരൊക്കെ പാറ പോലെ ഉറച്ചതുമായ കടുകട്ടിയുള്ള തീവ്ര സംഘടനകൾ എന്നുള്ള രീതിയിലൊക്കെയാണ് അത് പറയുന്നത്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ തീവ്ര മുസ്ലിം സംഘടന, മൃദു മുസ്ലിം സംഘടന എന്ന് പറയുമ്പോൾ ഈ തീവ്ര ഈഴവ സംഘടന, മൃദു ഈഴവ സംഘടന, അല്ലെങ്കിൽ തീവ്ര നായർ സംഘടന, മൃദു ഈഴവ നായർ സംഘടന, അതും പോട്ടെ, ഇനി തീവ്ര സ്ത്രീ സംഘടന, ഇപ്പോൾ ഈവൻ ക്രിസ്ത്യാനികൾ, ഇപ്പോൾ കാസ എന്ന് നമ്മൾ പറയുന്ന ക്രിസ്ത്യാനികളിലെ ഒരു തീവ്ര വിഭാഗം ഉണ്ടായി വരുമ്പോൾ അവരെ നമ്മൾ പറയുന്നത് ക്രിസ്സംഗികൾ അഥവാ സംഘീവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ എന്നൊക്കെ ലെവലിലാണ് പറയുന്നത്. അങ്ങനെ നമ്മളൊരു തീവ്ര ക്രിസ്ത്യാനികൾ, മൃദു ക്രിസ്ത്യാനികൾ, അങ്ങനത്തെ സംഘടന നമ്മൾ പറയാറില്ല. ഇത്തരം തീവ്രതയും മൃദുവൊക്കെ നമ്മൾ പറയുന്നത് മുസ്ലിം സംഘടനകളോട് മാത്രമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 90-കൾക്ക് ശേഷം ഇവിടെ SDP എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ചില സമയത്ത് ചിലർക്ക് തീവ്രവാദികളായിരുന്നു, PDP ചിലർക്ക് തീവ്രവാദികളായിരുന്നു. എന്നാൽ ചില സമയത്ത് അവർ പിന്തുണയ്ക്കുമ്പോൾ ഇവരൊക്കെ തീവ്രവാദികളല്ലാതായി മാറുക, ഇനി പിന്തുണച്ചാലും തീവ്രവാദിയായിട്ടും ഇരിക്കുക എന്നുള്ള ഒരു രീതി നമുക്ക് നോക്കി കാണാൻ കഴിയും. ഇപ്പോൾ ചില സമയത്ത് ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാകുമ്പോൾ SDP തീവ്രവാദിയാവില്ല, SDP തീവ്രവാദിയാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദിയാവില്ല. ഇനി SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒരേപോലെ തന്നെ തീവ്രവാദികളെ കാണുന്ന, അവർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും കാണുന്ന ആൾക്കാരും നമുക്ക് ഇവിടെ നോക്കി കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ സംഘടനവുമായി നമുക്ക് ചേർത്ത് വെച്ച് വായിക്കേണ്ട ചില സംഘടനകളാണ്. നമുക്കറിയാം ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിത് കാണാം. ബാക്കി ആർക്കും കൊടുക്കാത്ത തീവ്രതയും മൃദുത്വവും നമ്മൾ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനം. അപ്പോൾ ഇതെല്ലാം ഏജൻസി ഓഫ് ദ മുസ്ലിംസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയെ എപ്പോഴും ഒരു വിഭജന യുക്തിയിൽ മാത്രം നോക്കി കാണുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമുക്കറിയാം SNDP എന്ന സംഘടനയുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരും ഇതുപോലെ ഇന്ത്യയിൽ ചേരരുത് എന്ന് പറഞ്ഞ ഒരു സംഘടന, ഒരു ചരിത്രം SNDP-ക്കുണ്ട്. അതുപോലെ അങ്ങനെ പല സംഘടനകളും ഇതുപോലെ ഇപ്പോൾ തിരുവിതാംകൂർ തന്നെ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രക്ഷോഭമൊക്കെ ഇവിടെ നടന്നിരുന്നു, ഇന്ത്യയോട്ട് ചേരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ദേശീയതയെക്കുറിച്ചൊക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കല്പങ്ങളും ഘടനകളും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇത് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു അധിക ബാധ്യതയാണ് നമ്മൾ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതെല്ലാം നോക്കി കാണാൻ കഴിയും.